അപ്പോൾ നമ്മൾ ഇന്നൊരു ബീച്ച് സൈഡിലോട്ടാണ് പോകുന്നത്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്, തണുപ്പുണ്ടെന്നാലും കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. സോ നമ്മൾ കുറച്ച് നടന്ന് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്റ്റാക്പോൾക്വേ ആണ് നമ്മൾ പോകുന്ന സ്ഥലം. ഒരു ടൈനി ഹാർബറാണ്. വൺ ഓഫ് ദ സ്മോളസ്റ്റ് ഇൻ ദ പെംബ്രോക്ക്ഷയർ ആണ്. നമ്മൾ പെംബ്രോക്ക്ഷയറിലാണ് ഉള്ളത്. ശരിക്കും ലൈം സ്റ്റോൺ വെച്ചിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ക്ലിഫാണ്. 1700കളുടെ അവസാന ഘട്ടത്തിലാണ് ഈ ഒരു സ്റ്റോൺ ഫോം ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു കോറി പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനടുത്ത് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പം ഇതിനടുത്തൊക്കെ ഒരുപാട് ആൾക്കാർ, ഇങ്ങനെ മാൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് പോലെ വരുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെയല്ല, അത് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്ന് പോകേണ്ടിയിരിക്കുന്നു. ആക്ച്വലി ഇത് ആ ഒരു ഭാഗം കാണുന്നുണ്ടല്ലേ, കാണിച്ചു തരാം. ആ കാണുന്ന ഒരു ഭാഗത്തിലേക്ക്, അതായത് എവിടെ ഈ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ശരിക്കും സമ്മർ ആയിട്ടില്ലാത്തത് കൊണ്ട് ഉള്ളൊരിത്, കുറച്ചുകൂടെ സമ്മർ ടൈം ആയാൽ നല്ല വൈബായിരിക്കും. അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മളിതുവഴിയാണ് പോകുന്നത്. ബറാഫണ്ടിൽ കോസ്റ്റ് പാത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം ഈ വഴി കൂടെ വേണം നമുക്ക് പോകാൻ. അഞ്ജുവിന് ശരിക്കും കാല് വയ്യ, എന്നിട്ടും അഞ്ജു ട്രക്ക് ചെയ്യാണ്. ഇത് ചെറിയൊരു ലെഷർ വാക്ക് എന്നൊക്കെ പറയാം. പക്ഷെ ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ശരിക്കും നമ്മുടെ അജണ്ടയിലില്ലാത്തൊരു സ്ഥലമാണിത്. അതുകൊണ്ടാണ് നമ്മുടെ ഡ്രസ്സിങ് ഒക്കെ ഇങ്ങനെ. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്, കാട്ടുപൂക്കൾ. ഇവിടുത്തെ കാട്ടുപൂക്കളൊക്കെ ഇതാണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇറങ്ങി താഴോട്ട് പോവാണ്. ഇതൊന്നും ഓക്കെ. അപ്പോൾ ഇവിടെ വാട്ടർ സ്പോർട്സ് ഉണ്ടെന്നാണ് അഖിൽ പറയുന്നത്. നമുക്ക് നോക്കാം. എനിക്കിതൊന്നും ചെയ്യാൻ അറിയില്ല. സ്കൂബ ഡൈവിങ്ങോ? ഓക്കെ, നല്ല തണുപ്പായിരിക്കും. വാ, നല്ല രസമുണ്ട്. ഞാൻ കാണിക്കാം. ഓക്കെ, ഇതാണ് സ്ഥലം. സമ്മർ അത്ര ആയിട്ടില്ലാത്തത് കൊണ്ട് ആ ഒരു ചെറിയ തണുപ്പുണ്ട്, എന്നാലും അത്ര കുഴപ്പമില്ല അല്ലേ. ഇതൊരു സുഖമുള്ള ഒരു ക്ലൈമറ്റ്. എൻ്റെ കാല് തെന്നി. വാവ്, ഹേമന്ത് ഓൾറെഡി ഇവിടെ എത്തി, ഭംഗി ആസ്വദിച്ച് മാപ്പൊക്കെ വായിച്ചിരിക്കുകയാണ്. ആ കാണുന്ന ഒരു സ്റ്റോണി ഹാർബർ, ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം ഇവിടെ കാര്യമായിട്ടുള്ള വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊന്നും ഇല്ല. അത് ഇനി നമ്മൾ കുറേ കൂടെ നടന്ന് ബറാഫണ്ടിൽ ബേ എന്ന് പറയുന്ന സ്ഥലത്ത് പോയാണ് അതെല്ലാം ഉള്ളത്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കാമെന്നാണ് തീരുമാനം. ഈ കാണുന്ന ഒരു ചെറിയ ഭാഗത്തിൽ കൂടെയാണ് ഇറങ്ങേണ്ടത്. ഈ പാകിൽ ഇറങ്ങി നിൽക്കുന്നത്. അതിങ്ങനെ 2 ഭാഗമായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഭാഗം, പിന്നെ ഒരു ഭാഗം. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കയറ്റങ്ങളൊക്കെ, ഇങ്ങനത്തെ രീതിയിൽ കൂടെ ഇറങ്ങാനും കയറാനും ഒക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. എനിവേ നോക്കാം. അത്ര ഭയങ്കര ഹൈറ്റ് ഇല്ല ശരിക്കും. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇനി അവിടത്തേക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. വീടാതിരിക്കാൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒന്നും കാണുന്നില്ലല്ലോ. സൂര്യ ഇടപെടടാ. നീയല്ലേ ഇറങ്ങി, ഒന്നും കാണാത്തോണ്ട് പ്രശ്നമില്ല. അയ്യോ, ഒരു പിടിക്കില്ല. റൈറ്റ് സൈഡിൽ പിടി. എന്താ അർത്ഥന, എന്ത് പറ്റി? കണ്ടോ, ഇപ്പൊ ഇവര് കയറി പോകുന്ന, നമ്മളെ ഇറങ്ങി വന്നത് ഇത്രയും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെയാണ്. അഖിൽ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. ഇത്രയും ആൾക്കാർക്ക് വരുന്നെങ്കിലും ഇവിടെ ഒന്നും ആരുമില്ല. അഖിലതേ ഇത്രയും പൊക്കത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഇതുവഴിയാണ് കയറേണ്ടത്.
അപ്പോൾ ഈ പാറക്കെട്ടൊക്കെ നടന്ന് ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയപ്പോൾ കാണാൻ പറ്റുമായിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. ഞങ്ങൾ സൗത്ത് വെയിൽസിലേക്ക് വരുമ്പോൾ ഏതൊക്കെ സ്ഥലം കാണണം എന്നിങ്ങനെ തീരുമാനിച്ച സമയത്ത് പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഓരോന്ന് നോക്കുമല്ലോ ഗൂഗിളിലൊക്കെ ഏതൊക്കെ സ്ഥലം ഉണ്ടെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് അങ്ങനെ കണ്ട ഒരു സ്ഥലമല്ല സ്റ്റാക്പോൾക്ക് വേ. പിന്നെ ഇവിടെ വന്നിട്ട് എനിവേ നമ്മളിവിടെ പെംബ്രോക്ക്ഷയറിലുണ്ട്. അപ്പോഴത്തേക്കും ഏതൊക്കെ സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾ ഇവിടെ വെച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കിയപ്പോൾ കണ്ടതാണ് ഇങ്ങനൊരു സ്ഥലം. എനിവേ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതായിരുന്നു ഈ സ്റ്റോണി ഹാർബർ. അതായത് ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത് ആ ഒരു ഭാഗമാണ്. ഇത് പണ്ട് ഇതിൻ്റെ ചുറ്റുമുള്ള ക്ലിഫുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷൻ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അവർ ഈ ലൈം സ്റ്റോൺസും ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ പോയിൻ്റായിട്ട് യൂസ് ചെയ്തിരുന്നതാണ് ഈ ഒരു ഹാർബർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊന്നും ഇല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ബരാഫണ്ടിൽ ബേയിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ നല്ലൊരു കാലാവസ്ഥയാണ്. കുറച്ചും കൂടെ നല്ല സമ്മർ ആയിക്കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ അതിൻ്റെ ചുറ്റും ഒത്തിരി മരമുണ്ട്. അതെല്ലാം പൂത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. നല്ല കുറച്ച് കാറ്റും അതുപോലെ വെയിലും ഉണ്ടെങ്കിലും ഭയങ്കര ചൂടല്ലായിരുന്നു. അപ്പം അതെല്ലാം കുറച്ച് നേരം നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ഞങ്ങളിവിടെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അമ്മയും കുഞ്ഞും ആണെന്ന് തോന്നുന്നു. അവർ ട്രക്ക് ചെയ്യാണ്. അപ്പം ഈ പാറക്കെട്ടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ താഴെ കടലാണ് ശരിക്കും. അപ്പം ഭയങ്കര ആഴമുള്ളതല്ലെങ്കിൽ കൂടി നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ പിള്ളേരൊന്നും വിടത്തില്ലല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് എന്ത് വ്യത്യസ്തമാണ് ഇവരുടെ ചിന്താഗതി എന്നുള്ളതാണ്. നമ്മുടെ ജേണി ഇവിടെ ഒന്നും തീർന്നിട്ടില്ല. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് ഇവിടുന്ന്. അപ്പോൾ കുറച്ച് നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ തിരിച്ച് പോവാണ്. കാര്യം ഞങ്ങൾ വേറെ 1-2 സ്ഥലങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം നമ്മുടെ പ്ലാനിൽ അങ്ങനെ ഉണ്ടായിരുന്നതല്ല. പിന്നെ പെട്ടെന്ന് രാവിലെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഇനിയിപ്പം തിരിച്ച് നേരത്തെ വന്ന വഴി തന്നെ ആണ് കയറി പോകേണ്ടത്. ഇവർക്ക് ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട് കയറുന്നതിന് പകരം ഒരു സ്റ്റെയർ വെച്ചാൽ പോരെ അല്ലേ. എന്നാൽ പിന്നെ അതിനൊരു കിട്ടത്തില്ലല്ലോ അല്ലേ. അതായിരിക്കും അങ്ങനെ. അപ്പോൾ ഇനി എല്ലാവരും മുകളിലേക്ക് കയറി. എനിക്ക് താഴോട്ട് ഇറങ്ങുന്ന അത്രയും പേടിയില്ല കേട്ടോ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പം മുകളിലോട്ട് കയറി ഇനി നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. ഇനി ഫുഡ് കഴിക്കണം. ഇപ്പം ശരിക്കും ലഞ്ചിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ വഴിക്കാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കുത്തനെയുള്ള ഭാഗം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂടെ പോയി എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അഖിലും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കയറി എത്തിയപ്പോൾ ശരിക്കും ഞങ്ങൾ വന്ന ആ റോഡിൻ്റെ അവിടെയാണ് എത്തിയത്. എന്നിട്ട് താഴേക്ക് ഇങ്ങനൊരു ഭാഗം. ഇത് ഞങ്ങൾ വന്ന വഴിക്ക് ഇതിൻ്റെ ഒരു സൈഡ് പാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതാണെന്ന് ഓർമ്മ വന്നില്ലായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് ഓക്കെ ഇത് അതിൻ്റെ സൈഡാണെന്ന് തോന്നിയത്. അപ്പം ഇത് ശരിക്കും കണ്ടാൽ നമ്മൾ ഈ ബോൺമൗത്തൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഡോർസെറ്റിൻ്റെയൊക്കെ ഒരു ലുക്കുള്ള സ്ഥലം. എനിവേ അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ തിരിച്ച് നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശപ്പായി, ഉച്ചയായി, വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കും. സോ നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി കാറ് കണ്ടുപിടിച്ചിട്ട് കാറിലോട്ട് കയറാം. ഇവിടെയും ആരും കാണുന്നില്ല. ഞാനും അതിൽ മാത്രം വേറെ സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ എനിക്കൊന്ന് അവരെല്ലാം വണ്ടിയിലുണ്ടായിരിക്കും. അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോൾ അവർ വണ്ടിയുടെ അടുത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നവർ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു കഫേ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് അത് കഴിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളും കൂടെ അവരുടെ കൂടെ കൂടി കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.